ഏത് ബ്രാൻഡ് ഹിയറിംഗ് എയ്ഡ് ആണ് ബെസ്റ്റ്? മാത്രമല്ല എന്തുകൊണ്ടാണ് ഈ ഹിയറിംഗ് എയ്ഡിനൊക്കെ ഇത്രത്തോളം റേറ്റ് കോസ്റ്റ് ഇത്രയും കൂടാൻ കാര്യം എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ രണ്ടായിട്ട് എടുക്കാം. ഏത് ബ്രാൻഡാണ് ഏറ്റവും നല്ലത്? ഓക്കെ, ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് ശ്രവണയിൽ നമ്മളൊരു സ്റ്റഡി നടത്തി. വേർ വി കണ്ടക്റ്റഡ് 100 പേഷ്യൻസോളം നമ്മൾ എടുത്തു. 100 പേഷ്യൻസിൽ നമ്മൾ ഏറ്റവും ടോപ്പ് ഹിയറിംഗ് എയ്ഡ്സിൻ്റെ ബ്രാൻഡിൽ ഏറ്റവും, അതായത് ഫൊണാക്കിൻ്റെ മെഷീൻ എടുത്തു, വൈഡെക്സിൻ്റെ മെഷീൻ എടുത്തു, സിഗ്നിയയുടെ മെഷീൻ എടുത്തു, ഓട്ടിക്കോണിൻ്റെ മെഷീൻ എടുത്തു. മേജർ ബ്രാൻഡ്സ് GN റീസൗണ്ട് 5 ബ്രാൻഡ്സിൻ്റെ മെഷീൻ നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ 100 പേഷ്യൻസിനും നമ്മൾ ഈക്വലായിട്ട് ട്രയൽ കൊടുത്തു, ഏതാ അവർക്ക് സ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് വി ഫൗണ്ട് ഔട്ട് എല്ലാ ഇൻഡിവിജ്വലിൻ്റെയും പെർസെപ്ഷൻ വാസ് ഡിഫറെൻറ്റ്. ചിലവർക്ക് സിഗ്നി ആയിരുന്നു ഇഷ്ടം, ചിലവർക്ക് വൈഡെക്സ് ആയിരുന്നു ഇഷ്ടം, ചിലവർക്ക് ഓട്ടിക്കോൺ ഇഷ്ടം, ചിലവർക്ക് ഫോണാക്ക് ഇഷ്ടം. അത് ഓരോ ആൾക്കാർ കേട്ടിരുന്ന സൗണ്ട് ക്വാളിറ്റി പെർസെപ്ഷൻ വെച്ചിട്ട് ആണ് അവർ സെലക്ട് ചെയ്യുന്നത്. കാര്യം എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ഈ ബ്രാൻഡാണ് ഏറ്റവും നല്ലതെന്ന്. അതവർ വെച്ച് നോക്കി അവർ എക്സ്പീരിയൻസ് ചെയ്താൽ, കാര്യം ഓരോ ബ്രാൻഡിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഡിഫറെൻ്റാണ്. നിങ്ങൾ ആദ്യത്തെ പെർസെപ്ഷനിൽ നിങ്ങൾക്ക് ആ സൗണ്ട് കുറച്ചൊരു 50 to 60% ഓക്കെ ആവുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങളെ സ്യൂട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല ബ്രാൻഡ്. അത് നമ്മളെ ഏറ്റവും ടോപ്പ് മെഷീൻസാണ്. ഇതിൽ തന്നെ ഒട്ടും സാറ്റിസ്ഫൈ ആവാത്ത മെഷീൻസ് ഉണ്ട്. ചില കമ്പനി അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതേ സമയത്ത് വേറൊരാൾ വരുമ്പോൾ ആ കമ്പനി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, വേറൊരു കമ്പനി ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഇത് കമ്പനിയെ ബേസ് ചെയ്തല്ല, ഇത് ഓരോ പേഷ്യൻറ്റിനെ ബേസ് ചെയ്താണ്. അവർ വെച്ച് നോക്കി എക്സ്പീരിയൻസ് ചെയ്താലേ പറയാൻ പറ്റത്തുള്ളൂ അവർക്ക് ഇതാണ് ബെസ്റ്റ് എന്ന്.